498 മനുഷ്യർ അഴുക്ക് ജാലിൽ മരിച്ചു എന്ന് പാർലമെൻറ്റിനോട് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. ഈ 498 മനുഷ്യരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും നിങ്ങൾ നോക്കിയാൽ മരണകാരണമായിട്ട് കാണാം ആസ്ഫിക്സിയേറ്റഡ് ബൈ ദ ലാക്ക് ഓഫ് ഓക്സിജൻ. അവർക്ക് ഓക്സിജൻ നിഷേധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് ജാതി എന്നാണ്. ജാതിയാണ് ഈ നാട്ടിലെ മനുഷ്യരെ അഴുക്ക് ചാലുകളിൽ മരിക്കാൻ വിടുന്നത് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴേ ഈ പ്രശ്നത്തിനെ നമ്മൾ എവിടെ നിന്ന് അഡ്രസ്സ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പല നാടുകളിൽ പല ജാതി പേരുകളിൽ അറിയപ്പെടുന്ന ഭാങ്കി എന്ന് പൊതുവിൽ അറിയപ്പെടുന്ന ഒരു ജാതിയിൽപ്പെട്ട മനുഷ്യർക്ക് ഈ രാജ്യം പറഞ്ഞിരിക്കുന്ന ഒരു തൊഴിൽ ചെയ്യുന്നതിനിടയിലാണ് ഈ മനുഷ്യർ മരണപ്പെടുന്നത് എന്നത് എത്രമാത്രം സിസ്റ്റമാറ്റിക് ആയ ഒരസമത്വത്തിൻ്റെ ഇരകളാണ് ഈ മനുഷ്യർ എന്ന കാര്യവും കൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഈ രാജ്യത്ത് എംപ്ലോയ്മെൻറ്റ് ഓഫ് മാനുവൽ സ്കാവെഞ്ചിങ്ങിനെതിരെ, അതായത് പ്രിവെൻഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ഡ്രൈ ലാറ്ററിംഗ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓഫ് മാനുവൽ സ്കാവെഞ്ചിങ് ആക്ട് എന്നത് 90കളിലുള്ള നിയമമാണ്. ആ നിയമം നടപ്പാക്കാൻ ചുമതലപ്പെട്ട മനുഷ്യർ ഇവിടുത്തെ കളക്ടർമാരാണ്. എത്ര മനുഷ്യരെ ഈ കാര്യം ചെയ്തതിൻ്റെ പേരിൽ എത്ര ക്രിമിനൽ കൺവിക്ഷൻസ് ഇന്ത്യയിൽ നടന്നു? 498 പേര് മരിച്ച സാഹചര്യത്തിൽ അവരെ ഇതിന് എംപ്ലോയ് ചെയ്ത ആളുകൾ അതിന് അക്കൗണ്ടബിളായോ? അവരെ നാറുന്നത് നമ്മളുടെ വേസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാഹിത്യം എഴുതിയത് കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. ആ നാറിയ ജീവിതത്തിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്ന ഒരു വ്യവസ്ഥിതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെ നേരിട്ട് തോൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയധികം പുരോഗമിച്ച ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആദ്യം ടെക്നോളജിയുടെ ഇൻ്റർവെൻഷൻ നമ്മൾ കൊണ്ടുവരേണ്ട സ്ഥലം ഏതാണ്? നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തെ സകല മേഖലയിലും കൊണ്ടുവരുന്നതിന് മുമ്പ് ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന കേരളത്തിൽ നിന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ചിലന്തിയുടെ ഷേപ്പിലുള്ള ഒരു റോബോട്ട് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ മാൻ ഹോളുകളിൽ ഇറങ്ങി നേരിട്ട് ഈ ബ്ലോക്കുകൾ തുറക്കുന്നതിനും ഈ മാൻ ഹോൾ ക്ലീൻ ചെയ്യുന്നതിനും ഉപയോഗിക്കാവുന്ന ടെക്നോളജിക്കൽ സംവിധാനങ്ങൾ, ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നഷ്ടപ്പെടുന്ന ജീവൻ ഏത് മനുഷ്യർക്ക് നഷ്ടപ്പെടുന്നു? ആ മനുഷ്യർക്ക് ഈ രാജ്യം എന്ത് വില കൊടുക്കുന്നു? ആ വില ടെക്നോളജിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടോ? അല്ലെങ്കിൽ അവരുടെ കളക്റ്റീവ് ബാർഗെയിനിങ് പവറും വോട്ട് ബാങ്ക് എന്ന നിലയിലുള്ള അവരുടെ ശക്തിയും എത്രമാത്രം ഉണ്ട് എന്നളന്ന് നമ്മൾ ഈ മനുഷ്യരുടെ ജീവന് വിലയിടുന്നത് കൊണ്ടാണ് ഈ നാട്ടിലെ സെപ്റ്റിക് ടാങ്കുകളിൽ ഇനിയും മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്നത്.